അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് എന്ന് സൂക്ഷ്മതയോടെ ഞങ്ങൾ നോക്കിയാണ്, കൗതുകത്തോടെ നോക്കിയാണ്. കാരണം വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്ററാണ് എന്ന് കൃത്യമായി പരസ്യപ്പെടുത്തിയിട്ടുള്ള ഒരാൾ. അതുമാത്രമല്ല, ഈ ഹുസൈൻ മുസഫിർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇന്നലെ കാസർഗോഡ് MDMA പിടിച്ചത്. അപ്പോൾ ഹുസൈൻ മുസഫിറിന്റെ പ്രൊഫൈലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് വി ഡി സതീശനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. മുസഫിറിന്റെ വീട്ടിൽ പോകുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹവുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു പൊതുചടങ്ങിൽ ഒരു സെൽഫി എടുത്തതോ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പെട്ടതുമായിട്ടുള്ള ബന്ധമല്ല. ഇപ്പം മുസഫിറുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ട് എന്നത് മുസഫിറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയാൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. അപ്പൊ മുസഫിറിനെ പോലെയുള്ള MDMA കച്ചവടക്കാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് കാര്യം, മുഖ്യമന്ത്രിക്ക് ഇവരുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് MDMA കച്ചവടത്തിന്റെ കേന്ദ്രം സംബന്ധിച്ചുള്ള അന്വേഷണം സമഗ്രമായി നടത്തണം എന്നുകൂടി DYFI ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം. ഓപ്പറേഷൻ തൂഫാൻ എന്നെല്ലാം പറഞ്ഞ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുണ്ട്. അതിനൊന്നും ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായി പിടികൂടപ്പെട്ട ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുള്ള ഇവരുടെ കോൺഗ്രസ് ബന്ധം, ഇവരുടെ മുഖ്യമന്ത്രി ഓഫീസുമായിട്ടുള്ള ബന്ധം, മുഖ്യമന്ത്രിയുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം, ഇതെല്ലാം പുറത്തുവന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇതിന്റെ വേര് കണ്ടെത്താനുള്ള സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. അല്ല, നമ്മുടെ ഭരണഘടനാ അസംബ്ലി തന്നെ വളരെ ഗൗരവമായ ചർച്ചയെ തുടർന്നാണ് വന്ദേ മാതരത്തിന്റെ ഏതെല്ലാം വരികളാണ് ഇവിടെ ആലപിക്കേണ്ടത്. ഞാൻ അതിനൊന്നും ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുതൽ ഇങ്ങോട്ടുള്ള ഒരു അനുഭവം. ദേശീയ പ്രസ്ഥാനമെല്ലാം മുന്നോട്ട് വെച്ച നിരവധി മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങളുണ്ട്. ഇന്ത്യയുടെ പതാകയുടെ നിറം എന്താവണം എന്നത്, നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താവണം എന്നത്, രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാവണം എന്നത്, രാജ്യം മതരാഷ്ട്രമാവണോ വേണ്ടയോ എന്നുള്ള ഗൗരവമായിട്ടുള്ള ചർച്ച. ഇങ്ങനെ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ രൂപപ്പെടുന്നതിൽ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയിട്ടുള്ള ഇടപെടലിന്റെ കരുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേരവകാശികൾ തങ്ങളാണ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ആ കേരളം കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഗാന്ധി വധത്തിൽ പ്രതിയേർക്കപ്പെട്ട ആൾ, അതിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്ന ആൾ, ഗാന്ധിയെ കൊന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്ന ആൾ, അതിന് ആശയപരമായ അടിത്തറ ഒരുക്കിയ ആൾ, അയാളെ വലിയ വീരനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ പോരാളിയായി അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കിസ് മത്സരം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് ആരാ ഭരിക്കുന്നത്? കേരളം. ഇത് ഉത്തരേന്ത്യയിലല്ല, ഗുജറാത്തിലെ സ്കൂളിൽ നടന്ന കിസ് മത്സരമല്ല. അപ്പൊ ഇത് ബോധപൂർവമാണ്. അതുകൊണ്ട് വന്ദേ മാതരം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഗവർണർ ഉത്തരവ് കിട്ടിയപ്പോൾ കൊടുത്ത ഉത്തരവൊന്നുമല്ല. കേരളത്തിൽ UDF തുടക്കം മുതൽ RSSന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. വന്ദേ മാതരം ആദ്യ വരികളല്ലാതെ, ഭരണഘടനാ അസംബ്ലി മുന്നോട്ട് വെച്ച വരികളല്ലാതെ അതിനപ്പുറത്ത് എവിടെയെങ്കിലും ആലപിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് DYFI ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് പറയാനുള്ളത്. BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഒരു മന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് കേന്ദ്രവുമായൊരു ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ താൻ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രസേനയ്ക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രിമാര് അല്ലെങ്കിൽ ഗവൺമെന്റ് കേന്ദ്ര മന്ത്രിമാരെയും അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ആ നിലയിലുള്ള ബന്ധപ്പെട്ട ആളുകളെയാണ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ വിളിക്കുക. പക്ഷെ ഇപ്പോ മാരാർജി ഭവനിൽ നിന്നാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിച്ചു എന്ന് പറയുന്നതിൽ ആളുകൾക്ക് വലിയ അത്ഭുതം തോന്നാൻ സാധ്യതയില്ല. ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതൊന്നും ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പൊ RSSുമായിട്ടുള്ള ഡീലിന്റെ ഒരു പുതിയ
ഉദാഹരണമായിട്ട് ഈ കാര്യങ്ങൾ കൂടി വരുന്നു എന്ന് വേണം കാണാൻ. സമ്പൂർണ്ണമായും RSSന് കീഴ്പ്പെടുമ്പോൾ ഇനിയിപ്പോൾ ശാഖാപ്രമുഖമാരൊക്കെ വിളിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോവും. അത് അപകടകരമായ ഒരു നീക്കമാണ്. പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് റെയിലിറങ്ങുന്നു. പക്ഷേ പ്രളയം പോലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്തേക്ക് നേരിട്ട് എത്താൻ പറ്റുന്നില്ല, അതിന് വിരുന്നിന് പോകുന്ന സ്ഥിതി. അപ്പോൾ എല്ലാം റീൽസ്മയമായിട്ട് തോന്നുന്നുണ്ടോ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ? അതായത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് റീൽസ് ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അതായത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് എത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലിരുന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം മുന്നിലിരുത്തി അതാത് വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കണം. ഇത് രണ്ടും ഈ പ്രളയത്തിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി വളരെ നിസ്സാരമായി പറയുകയാണ്, ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു, കലക്ടർ ഇങ്ങോട്ട് വരണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, ഞാനപ്പോൾ അങ്ങോട്ട് പോയി എന്നാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ നിലയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സജീവമായ ഇടപെടലാണ്. അപ്പൊ അതിനു പകരം മുഖ്യമന്ത്രി ജ്വല്ലറി ഉദ്ഘാടനം പോയി റീൽസ് ഇടുന്നു, സിനിമാ നടന്മാരുടെ കൂടെ പോയി വസ്ത്രാലയത്തിന്റെ റിബൺ കട്ട് ചെയ്യുന്നു, വലിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ അതിന്റെ എല്ലാം റീലുകൾ. അപ്പൊ റിയലായി ഇടപെടുന്നതിന് പകരം റീലിലേക്ക് ചുരുങ്ങുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. റീൽസ് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. കുറച്ച് ലൈക്കും ഷെയറൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്നുള്ളതാണ് ഈ വിഴിഞ്ഞത്തുനിന്ന് ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വിഴിഞ്ഞത്തെ കടലിൽ കാണാതായ ജോണിന്റെ മകൾ നിങ്ങൾ നോക്കണം. ആ പെൺകുട്ടി തന്നെ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അപ്പൊ നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർ പോയി ചോദിച്ചപ്പോൾ അവരുടെ ഹൃദയം പൊട്ടിയിട്ട് തന്റെ അച്ഛനെ കാണാതായി കഴിഞ്ഞ 10 ദിവസമായി 11 ദിവസമായി 12 ദിവസമായി ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന വേദന പങ്കുവച്ചതിന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിക്ക് നേരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടത്തി. ആരാ സൈബർ അറ്റാക്ക് നടത്തിയത്? VD സതീശനെ, രമേശ് ചെന്നിത്തലയെ, കുഞ്ഞാലിക്കുട്ടിയെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പേജുകൾ, ഉത്തരവാദിത്തപ്പെട്ട ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സൈബർ പേജുകൾ, അവരാണ് ഈ പെൺകുട്ടിക്ക് നേരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടത്തിയത്. അത്യന്തം ഗൗരവമാണ്. ഒരു കേസ് എടുത്തോ, ഒരു കേസ്. അച്ഛൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ വേദന പങ്കുവച്ചതിന് സൈബർ അറ്റാക്ക് നേരിട്ടിട്ട് ഒരു കേസ് ചാർജ് ചെയ്തോ? ഇതുവരെയായിട്ട് ചാർജ് ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്.